ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് തുണിയും മറ്റുള്ള മേക്കപ്പ് സെറ്റും കാര്യങ്ങളും ഒക്കെ ഗ്രേസമ്മയും മാമച്ചനും കൂടെ രേവതിക്ക് വാങ്ങിക്കൊടുക്കാട്ടോ. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, ഇതെല്ലാം നിനക്കുള്ളതാണ്, നീ കൊണ്ടുപോയി ഇതെല്ലാം ഉപയോഗിച്ചോളണമെന്ന് പറയാം. അപ്പോൾ തന്നെ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോയി കേട്ടോ. എന്തിനാടി നീ കരയണേ? അതല്ല, ഞാനിങ്ങനത്തെ പുതിയ ഉടുപ്പും നല്ലതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. എവിടെയെങ്കിലും പോയി തെണ്ടിക്കൊണ്ട് വരുന്ന ഓരോരുത്തർ ഇട്ട് പഴകിയ ഉടുപ്പുകളും കീറിയതും ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞതാണ്. ആ ശരി, എന്തായാലും വീട്ടിലിടാനുള്ളത് ഒക്കെ ഇതിലുണ്ട് കേട്ടോ, നീ ഇതെല്ലാം ഉപയോഗിക്കണം. പിന്നെ ഇതിനകത്ത് പൗഡറും മേക്കപ്പ് സെറ്റുകളും കണ്ണെഴുതാനുള്ള കൺമഷികളും ക്ലിപ്പുകളും ഒക്കെയുണ്ട്, എല്ലാം നിനക്കുള്ളതാണ്. നീ ഇത് മുറിയിൽ കൊണ്ട് വെച്ചോ എന്ന് പറയാം. എന്നിട്ട് പോയിട്ട് രേവതി ഡ്രസ്സൊക്കെ മാറി തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. വാങ്ങിച്ചുകൊണ്ട് വന്നതിൽ നല്ലൊരു എണ്ണം നോക്കി ഇട്ടിട്ട് വരിക. അത് കാണുമ്പോൾ ഗ്രേസ്യമ്മയ്ക്കും മാമച്ചന് നല്ല സന്തോഷമാവാണ്. എന്നിട്ട് പറയാം, നിനക്ക് നല്ല ചേർന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് നിൽക്ക്, ഞാൻ നിനക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന്. അങ്ങനെ മാമച്ചൻ തന്നെ മാമച്ചൻ്റെ ഫോണിലേക്ക് രേവതി കുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കാട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടെ അത് നോക്കി സന്തോഷിക്കുക. എന്ത് ഭംഗിയല്ലേ അവളെ കാണാൻ, അവളുടെ മുഖത്ത് ചിരി കണ്ടോ? അവൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അവൾ ഇത്ര സന്തോഷപ്പെടുന്നത്. അതെ, അങ്ങനെ അവർ സന്തോഷത്തിലാട്ടോ. അപ്പോൾ അവിടെ അലീനെ കാണാൻ വേണ്ടിയിട്ട് മനു ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കൈപ്പള്ളിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡോർ തുടങ്ങിയ ഉടനെ തന്നെ നമ്മുടെ അലീനെ ചോദിക്കുന്നുണ്ട്, ആഹാ മനുവേട്ടനോ, എപ്പോഴാണ് വന്നതെന്ന്. ആ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ, എന്തേ എന്നെ ഓർത്തിരുന്നോ? അല്ല, ഞാൻ ചോദിച്ചതാ. ആ ഓർത്തിട്ടുണ്ടാവുമല്ലേ, ഞാൻ കൈപ്പള്ളി ഇരിക്കുമ്പോൾ ഞാൻ ഓർത്തിരുന്നു. ഓ ഇവിടെ കടപ്പാട്ട് ഞാനൊരാളെ കൊണ്ട് വിട്ടിരുന്നല്ലോ, അലീന കൊച്ച് പാവം, ഒന്ന് കണ്ടിട്ടേ പോവാന്ന്, അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ അലീനയ്ക്കും തോന്നിയിട്ടുണ്ടാവുമല്ലേ എന്നെ കാണണമെന്ന് എന്ന് പറഞ്ഞ് അവരങ്ങനെ ചിരിക്കാം. ആ എങ്ങനെയുണ്ട് ഇവിടുത്തെ ജോലിയൊക്കെ? പിന്നെ ഇവിടുത്തെ മാഡം എങ്ങനെയുണ്ട്? പീഡനമൊക്കെ ഉണ്ടോ, അതോ കുറ്റപ്പെടുത്തലും ദേഷ്യപ്പെടലും ചീത്ത വിളിക്കലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാം. ഏയ് അങ്ങനെയൊന്നുമില്ല. പിന്നെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്തല്ലേ? സന്തോഷമൊക്കെ ഉണ്ട്. ആ പിന്നെ ഞാനൊക്കെ പുറത്തുനിന്ന് വന്നവരല്ലേ, ചിലതൊക്കെ കേട്ടും കണ്ടും ഒക്കെ നിന്നല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലീനെ സങ്കടപ്പെടുമ്പോൾ മനുവിന് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എന്തോ നടന്നിട്ടുണ്ടെന്ന്. എന്താ കാര്യം പറഞ്ഞു അലീനെ? ഒന്നുമില്ല മനുവേട്ടാന്ന് പറയാം. അങ്ങനെ നേരെ മുത്തശ്ശി കാണാനായിട്ട് അകത്ത് ചെല്ലുക. മുത്തശ്ശിക്ക് മനുവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവണം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നേ? അയ്യോ മുത്തശ്ശി, ഞാൻ മറന്നു. പിന്നെ ഇനി അടുത്ത തവണ വരുമ്പോൾ മുത്തശ്ശിക്ക് എന്താ വേണ്ടേ ഞാൻ കൊണ്ടുവരാം. സാരമില്ലടാ, അല്ലെങ്കിൽ തന്നെ നീ എനിക്ക് എന്താ കൊണ്ടു തന്നെ, സ്വർണം പോലത്തെ ഒരു കൊച്ചിനെ നീ എനിക്ക് തന്നില്ലേ? ഓ അത് മാത്രം മതി. ആ എങ്ങനെയുണ്ട് പുതിയ ആള്? ആ പിന്നെ അവളിവിടെ ഉള്ളതാടാ എനിക്ക് എൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയതും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവളിവിടെ ഉള്ളത്. അവൾ എത്ര നന്നായിട്ട് എന്നെ നോക്കണമെന്നറിയോ? അതുപോലെയോ ഇവിടെ ആഹാരം വയ്ക്കുന്നതായാലും എല്ലാം ഞാൻ അന്ന് വന്നപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ, നല്ല ടേസ്റ്റ് അവൾ വയ്ക്കുന്ന ആഹാരമെല്ലാം. പിന്നെ നല്ല കൊച്ചാ, എനിക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയാട്ടോ. പക്ഷേ ഇവിടുത്തെ ആൻറ്റി എങ്ങനെയുണ്ട് അവളോട്? കൊള്ളാം, അവളെ സ്വഭാവം നിനക്ക് അറിയത്തില്ലയോ? അവളെ എപ്പം നോക്കിയാലും ആ കൊച്ചിനെ കുറ്റം പറയാനേ നേരമുള്ളൂ. ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായി, നീ അറിഞ്ഞില്ലല്ലോ? ഇവിടെ അവളുടെ ഒരു 1.5 പവൻ്റെ ഒരു മോതിരം കയ്യിൽ കിടന്നായിരുന്നു, അവിടെ എങ്ങാണ്ട് ഊരി വെച്ച് മറന്നു പോയിട്ട് അത് കാണാനില്ലെന്നും പറഞ്ഞ് അലീന കൊച്ചിനെ തലയെ കൊണ്ടിട്ടു. അവൾ മോഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട് എന്തൊക്കെ പെടാപ്പാടുകളാണ് ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയെന്ന് അറിയോ ഈ വൈജ? എന്നിട്ട് ഈ കൊച്ചിൻ്റെ ബാഗെല്ലാം പറക്കി തുണിയെല്ലാം പറക്കി എടുത്ത് വെളിയിലെറിഞ്ഞു, അതിൻ്റെ ബെഡൊക്കെ വലിച്ചെറിഞ്ഞു, എന്തൊക്കെ ചെയ്തു. ഇവിടെ അന്വേഷണമായിരുന്നു. എന്നിട്ട് കിട്ടിയോ മുത്തശ്ശി? പിന്നെ അല്ലാണ്ട് അവളുടെ പേഴ്സിൽ തന്നെ വെച്ചിരുന്നു ബാലചന്ദ്രനാണ് കണ്ടുപിടിച്ചത്. അത് ശരി. എന്നിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അലീനയോടൊരു സോറി എങ്കിലും പറഞ്ഞോ? എവിടെ നിന്ന് അവൾ പറയോ? അവളുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ? സോറി, അതിന് പകരം വീണ്ടും അവളെ സംശയമാണെന്നും പറഞ്ഞിട്ട് പിന്നെയും അവളായിട്ട് കഴക്ക് പറയായിരുന്നുടാ. അത് ശരി, എന്നാൽ പിന്നെ അലീനെ ഒന്നിങ്ങി വന്നേന്ന് വിളിക്കാട്ടോ മനു. ആ എന്താ മനുവേട്ടാ? അല്ല ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടന്നില്ലേ, മോതിരത്തിൻ്റെ കാര്യം, അതിൽ നല്ല വിഷമമുണ്ടല്ലേ? ഓ മുത്തശ്ശി പറഞ്ഞു. ആ മുത്തശ്ശി എന്നോട് പറഞ്ഞു. നീ എന്താ അത് എന്നോട് പറയാത്തെ? അല്ല അത് കുഴപ്പമില്ല, അതിപ്പോൾ ഒരു സാധനം കണ്ടില്ലെങ്കിൽ എന്നെ തന്നെ സംശയിക്കുന്നതിൽ ഇപ്പോൾ എന്താ തെറ്റ്? ഞാൻ എടുത്തിട്ടില്ലല്ലോ, അതെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും കിട്ടിയല്ലോ. ആ പക്ഷെ ഒരു കാര്യം, ഇവിടെ എന്ത് നടന്നാലും അല്ലെങ്കിൽ നീ എന്നെ വിളിച്ച് പറയണം കേട്ടോ. നിൻ്റെ ഉത്തരവാദിത്തം എനിക്ക്, അതുകൊണ്ടാണ്. ആ പിന്നെ വിളിച്ച് പറയാനായിട്ട് എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോൾ ഞാൻ ചാർജിലൊക്കെ ഇട്ടു, പക്ഷെ അത് വിളിക്കാൻ പറ്റുന്നില്ല മനുവേട്ടാ. അതിനകത്തെ പൈസ ഇല്ലെന്നാണ് തോന്നുന്നത്. ഉമ്പർജിതാമ്മയാണെങ്കിൽ എനിക്ക് അവിടെ ഒരു ഷോപ്പിൽ പോയിട്ടാണ് അതിൽ പൈസ ഇട്ടായിരുന്നത്. ഇവിടെ അടുത്തൊന്നും മൊബൈൽ ഷോപ്പൊന്നും എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ കാശിട്ടില്ലായിരുന്നു എന്ന്. അത്രയേ ഉള്ളൂ, നീ ആ മൊബൈലിൽ എടുത്തിട്ട് വന്നേ. അങ്ങനെ മൊബൈൽ എടുത്തുകൊണ്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മനു അത് നോക്കിയിട്ട് അതിനകത്ത് പൈസയൊക്കെ ചാർജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറയുന്നത്, മൊബൈൽ ഷോപ്പിലൊന്നും പോകേണ്ട കാര്യമില്ല, ഞാൻ ചെന്ന് അതിൽ പൈസ ചാർജ് ചെയ്തിട്ടുണ്ട്, ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചേക്കണേ നീ. ശരി വിളിച്ചേക്കാം. ഇപ്പോൾ ചാർജ് ചെയ്തതിൻ്റെ കാശ് എത്രയായി? ഓ ഇനി ഇതിനും പൈസ തരാൻ വേണ്ടി നിൽക്കുക നീ? അല്ലെങ്കിലും കടം വീട്ടിലാണല്ലോ മെയിൻ പരിപാടി അല്ലേ? എന്നാൽ എനിക്ക് കടം വീട്ടണ്ട, അതിന് പകരം നല്ലൊരു ചായ ഇട്ടതാന്ന് പറയാം. അങ്ങനെ അലീന നല്ല അടിപൊളി ഒരു ചായയും സമോസയൊക്കെ ഇട്ട് മുന്നിൽ കൊണ്ട് വെക്കുക കേട്ടോ. അത് കഴിക്കാനായിട്ട് മനു അവിടെ വന്നിരിക്കുകയാണ്.
അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാവിലെ കാപ്പി കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ലീന. ആ രാവിലെ കഴിച്ചു, പുട്ടും പഴവുമാണ്. നമുക്ക് തന്നെ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നുമില്ല, വീട്ടിൽ എന്നും പുട്ടും പഴം തന്നെ. അതെന്താ അങ്ങനെ? ആ അതൊരു കഥയാണ്. അവിടെ നീ അവിടെ നിന്നപ്പോൾ കണ്ടിരുന്നോ കൈപ്പള്ളിയിൽ പുറകിലൊരു വലിയ പറമ്പുള്ളത്? ആ ഞാൻ കണ്ടിരുന്നു. അവിടെ ഒരു വാഴത്തോട്ടം ഉണ്ട്, എന്നും ഒരു കൊലയെങ്കിലും പഴുക്കാതിരിക്കില്ല. ദൈവമേ, ആ പഴം തീരണമെങ്കിൽ ഇവിടെ പുട്ട് അവിച്ചാലല്ലേ പറ്റൂ. അതുകൊണ്ടാണ് എന്നും പുട്ടും പഴവും ആ കൊല തീരണവരെ അതാ. പിന്നെ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പുട്ടുണ്ടാക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാലേ നീ പറഞ്ഞേക്കണം കൈപ്പള്ളിയാണെന്ന്. ഓ എന്നും പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുക കേട്ടോ മനു. പിന്നെ PSCയിൽ ഇങ്ങനെയുള്ള വല്ല ക്വസ്റ്റ്യനും വന്നാലേ ഓപ്ഷൻ കാണും 1 2 3 4 എന്ന്. അതായത് തട്ടുകടയാണോ അതോ ചായക്കടയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നീ അതൊന്നും എഴുതാൻ പോകരുത്. ഏറ്റവും കൂടുതൽ പുട്ടും പഴവും ഉള്ള വീട് ഏതാണെന്ന് ചോദിച്ചാലും കൈപ്പള്ളിയിൽ നിന്ന് എന്നെ പറഞ്ഞേക്കണം കേട്ടോ, അത് തന്നെ എഴുതണം, എന്നാലേ നിനക്ക് മാർക്ക് കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയാം, ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ദിവസം പുട്ടും മാത്രമല്ലല്ലോ, അപ്പവും വെള്ളയപ്പവും ദോശയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് നീ വന്ന് നിന്നപ്പോൾ, കാരണം ജോലിക്കാരി ഉണ്ടല്ലോ, അമ്മയ്ക്ക് അങ്ങ് ആജ്ഞാപിച്ചാൽ മതിയല്ലോ. ഇത് പിന്നെ എളുപ്പമല്ലേ? ശരി, എന്തായാലും ഒരു കാര്യം, ഞാനേ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ജോലി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതെന്താ മനുവേട്ടാ? അത് വേറൊന്നുമില്ല, ഇവിടെ ആകുമ്പോൾ എനിക്ക് എല്ലാവരെയും വന്ന് വീട്ടിൽ കാണാം, ഇടയ്ക്കിടയ്ക്ക് വരികയൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ എനിക്ക് വരാം. ആ വരണ്ടേ? ഞാൻ വരണോ വേണ്ടേ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ അലീന ചിക്കണം, അതെന്താ അങ്ങനെ പറയണേ? എനിക്കതൊക്കെ പറയാനുള്ള അധികാരമുണ്ടോ? അതിനെന്താ കുഴപ്പം? ഞാൻ വരണമെങ്കിൽ വരണം എന്ന് പറയണം, വരണമെങ്കിൽ വരണ്ടാന്ന് പറയണം എന്നിങ്ങനെ മനു പറയാട്ടോ. അപ്പോൾ വരണമെന്ന് തന്നെ പറയാം. അങ്ങനെ അവർ തമ്മിൽ നല്ല ചിരിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ച് പോവാട്ടോ. അപ്പോൾ അന്ന് രാത്രി തന്നെ ഗ്രേസിയമ്മയുടെ വീട്ടിൽ വീണ്ടും ആഹാരമൊക്കെ റെഡിയാക്കി വെക്കുകയാണ് രാത്രി. ആ സമയത്ത് രേവതി തൻ്റെ ആഹാരവും ഒക്കെ എടുത്തിട്ട് പിന്നീട് മാറിയിരുന്ന് കഴിക്കുക. അപ്പോൾ അത് ഗ്രേസിയമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടില്ല കേട്ടോ. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാറി നിന്ന് സ്ലാബിൻ്റെ പുറത്തും കിച്ചണിലും അവിടെ എവിടെയും പോയി നിന്ന് കഴിക്കരുത്, ഞങ്ങളുടെ കൂടെ ഇവിടെ ഇരുന്ന് കഴിക്കണമെന്ന്. അത് വേണ്ട, നിങ്ങൾ കൊച്ചമ്മയും സാറും കഴിച്ചതിന് ശേഷം കഴിച്ചാൽ മതി. അത് വേണ്ടാന്ന് പറഞ്ഞില്ലേ, നീ അവിടെ വന്നിരിക്കുന്നു പറഞ്ഞ് പിടിച്ചടുത്ത് എടുത്തി. അത് കൊണ്ടുവന്നതിന് ഒരു ചിക്കൻ്റെ പീസും ചിക്കൻ്റെ കാലും ഒക്കെ എടുത്ത് രേവതിക്ക് വെച്ച് കൊടുത്തിട്ട് കൂടെ ഇരുത്തി കഴിപ്പിക്കട്ടെ. സ്വന്തം മോളെ പോലെ അവർ അത്ര സ്നേഹത്തോടെ ആ കൊച്ചിനെ നോക്കട്ടെ. എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്